എന്താ ഇപ്പൊ ഇങ്ങോട്ട് ഞാൻ പറയാം, ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി ഞാൻ പറയാനല്ലോ. എന്താ പറയാ, 4 ഉറുപ്യ കണ്ട നക്കി എടുക്കുന്ന ഒരു പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ PM-ശ്രീ പദ്ധതി അതിന് ഇതുവരെ പറഞ്ഞ് കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പിലാക്കൂല, ഞങ്ങൾ ഉള്ള കാലത്തോളം നടപ്പിലാക്കൂല, ഇരട്ടച്ചങ്കൽ ഇല്ല കാലത്തോളം നടക്കൂല, ഒക്കെ പറഞ്ഞ് എല്ലാരോടും പറഞ്ഞ് അവസാനം അതിനെ ഉപ്പിട്ട് പറഞ്ഞു 1200 കോടി കിട്ടണ്ടേ, അപ്പൊ അതിനോട് ഉപ്പിട്ട് കൊടുത്തത്. ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കും നിങ്ങൾക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, ഒരു പാർട്ടിയാണ്. ഞാൻ എന്റെ പ്രസംഗം കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും തത്വമുണ്ടോ? നിങ്ങൾക്ക് അധികാരം വേണം, അവരാണ് മക്കളും കുട്ടികളും ആണ് നന്നാകണല്ലാതെ നാട്ടുകാർ നന്നാണെന്ന് നിങ്ങൾക്ക് ആർക്കും ചിന്തല്ലോ. ഉളുപ്പന സാധനങ്ങൾക്ക് വേണം, അത് നിങ്ങൾക്ക് ഇല്ലാതില്ലത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ PM-ശ്രീ പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കണമായിരുന്നല്ല. സംസ്ഥാനങ്ങൾ ആദ്യം നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലം കമ്മിറ്റി ഉണ്ടാക്കി, നമ്മളായിരുന്നു വിദ്യാഭ്യാസം നയം ഉണ്ടാക്കിയത്. ഇത് അവിടുന്ന് അങ്ങോട്ട് വരികയാണെങ്കിൽ ഇവർ ഈ പറഞ്ഞതൊക്കെ നടക്കുമോ? ഒപ്പിട്ടാണ് കൊടുത്തു. മറ്റേ സുരേന്ദ്രൻ പറഞ്ഞില്ലേ, ഗോൾവാക്കറെ പറ്റി പഠിപ്പിക്കേണ്ടി വരും, RSSനെ പറ്റി പഠിപ്പിക്കേണ്ടി വരും. ഇനി നിങ്ങൾ മുഗൾ ചക്രവർത്തിമാരുടെ കാലം കാണൂല, അതുപോലെ തന്നെ യേശു മുസ്ലിനെ പറ്റി നിങ്ങൾ കേൾക്കൂല, ഒന്നും ഉണ്ടാവില്ല, ആ ചരിത്രങ്ങളെ ഉണ്ടാവില്ല. ഇനി ഉണ്ടാൻ പോണതൊക്കെ അതാ. അതിനാണ് ഇവരാണ് ഒപ്പിട്ടെടുത്തത്. എന്നിട്ടാണ് അദ്ദേഹത്തിന്റെ പാർട്ടി ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ഒക്കെ ഒരുമിച്ച് കൊണ്ടു. ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം. പിന്നെ ഏതങ്ങളില്ലേ? ഞാൻ മാനവരക്തം ഉണ്ടോ? അതുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് നിങ്ങൾ പോയോ? നിങ്ങൾ ആലോചിക്കണം. ആ CPI-ക്കാർക്ക് കുറച്ചൊരു ചെറിയ ബുദ്ധി ഉണ്ടായതുകൊണ്ട് തൽക്കാലം നിന്നു. പക്ഷെ അത് ഒപ്പിട്ടതാ. അത് ഞാൻ അതന്നെ നടപ്പിലാവുള്ളൂ. കായാണ്ട് കൊടുക്കും, മറ്റോട് പിടിച്ചൂലേ. എന്നിട്ട് ഇങ്ങനെ പറയാണ്, എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരോട് നിങ്ങളെ നേതാക്കന്മാർക്ക് ഒരു ഷോക്ക് കൊടുക്കണമെങ്കിൽ പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിയമസഭ UDF-ന് വോട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളെ പാർട്ടികളും. ഇല്ലെങ്കിലോ ബാർബർ ഷാപ്പിലെ കല്ല് പോലെ വസ്താന കല്ല് പോലെ തേഞ്ഞ് അങ്ങോട്ട് പോവും. പാർട്ടിയുടെ സാധനം ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിക്കുക, ബംഗാളിൽ 35 കൊല്ലം 36 കൊല്ലം ബംഗാൾ ഭരിച്ച പാർട്ടി എവിടെ നിന്നത്? ഒരു സീറ്റ് ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ കഴിഞ്ഞ 40 കൊല്ലം ആ കോൺഗ്രസിനെ, ഇന്ദിരാഗാന്ധിനെ, രാജീവ് ഗാന്ധിനെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഒക്കെ പറഞ്ഞ് ബിർളനെയും ടാറ്റനെയും ഒക്കെ പറഞ്ഞ് ചേർത്ത് പിടിച്ച നിങ്ങള് അതിജീവനത്തിന് വേണ്ടി ഉളുപ്പില്ലാതെ നിങ്ങളെ കോൺഗ്രസിനെ പിന്നാലെ എടുക്കുക ബംഗാളിൽ സഖ്യം ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ? സിദ്ദീഖ് സാഹിബ് നിങ്ങളെ പേടിയാ, ചിലപ്പോ നിങ്ങൾ ഞങ്ങൾ ഒഴിവാക്കി വരുമ്പോ കൂടുന്നില്ല. നിങ്ങളെ സുഖത്തിനും ദുഃഖത്തിനും ഉണ്ടായത് ഞങ്ങളുള്ളൂ കേട്ടോ. അത് നിങ്ങൾ മനസ്സിലായി. അല്ല, ഞാൻ പരിപാടി ഇല്ല, അവർക്ക് ഉണ്ടാവില്ല എന്നറിയാം, നമുക്കറിയാം. എന്നാലും ഏതായാലും PK ബഷീർ പറഞ്ഞത് പോകും ഉറപ്പാ. എന്നാലും പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ പാർട്ടി ഉണ്ടോ ബംഗാളിൽ 35 കൊല്ലം? അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരനെ അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിന്റെ പാർട്ടി 35 കൊല്ലം ഭരിച്ചിട്ട് മമതാ ബാനർജി പറയുന്ന ഒരു നേതാവ് വന്നപ്പം ആ പാർട്ടി ആദ്യത്തെ ഇലക്ഷൻ എത്ര സീറ്റ് ഉണ്ടായിരുന്നു? 62 സീറ്റ് ഉണ്ടായിരുന്നു. 2014 32, 2021 വട്ടപൂജ്യം. അവിടെയാണ് കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞത്, ഇന്ത്യ പാർലമെന്റ് ഞങ്ങൾ അത്ര സീറ്റുകൾക്ക് ഇല്ല. ആരത്ര? ലീഗിന്റെ അത്ര. പിന്നെ നിങ്ങൾക്ക് 2 സീറ്റ് ആരാ? ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് തമിഴ്നാട്ടിൽ നിന്ന് DMK-യുടെ കൂടെ ജയിക്കും. ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് 5 MP-മാരുണ്ട്. അപ്പൊ ഈ പാർട്ടി ഇല്ലാതെയാകാം. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഒക്കെ കേരള നിയമസഭ പറഞ്ഞു, കേരളം കണ്ട അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ശ്രീ പിണറായി വിജയൻ എഴുതി വെക്കേണ്ടി വരും. അത് യാതൊരു സംശയമില്ല. എന്തെങ്കിലും ഭരണങ്ങൾ നടക്കുന്നുണ്ടോ? ഒക്കെ തള്ളല്ലേ, ഒക്കെ PR വർക്കല്ലേ.